വീടും സ്ഥലവും വിൽപ്പനയ്ക്ക്. ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും 40 മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവന മുൻവശത്തായി 3 ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ 2 നില വീടും 48 സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക്. സ്ഥലത്ത് തെങ്ങ്, മറ്റു ഫലവൃക്ഷങ്ങൾ, വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും. ആവശ്യക്കാർ ബന്ധപ്പെടുക. ഫോൺ 9539 403680 9497179359. ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ തോന്നൂർക്കര ജനവാസ മേഖലയിൽ നിന്നും വിട്ടുപോകാതെ കാട്ടാന. പ്രദേശത്ത് 2 ആഴ്ചയ്ക്കുള്ളിൽ 2ാം തവണയാണ് കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നത്. സ്ഥിരമായി കാടിറങ്ങി കാട്ടാനകൾ നാട്ടിലിറങ്ങുന്നതിനാൽ ഭീതിയിലാണ് പ്രദേശവാസികൾ. തോന്നൂർക്കര 17ാം വാർഡ് ഏമൂർക്കാവ് പരിസരത്തെ നെല്ലിക്കാട്ടിൽ വേലായുധന്റെ വീട്ടുപറമ്പിലും തെക്കേക്കര വീട്ടിൽ കൃഷ്ണനുണ്ണിയുടെ കൃഷിയിടത്തിലുമാണ് ഒറ്റയാനിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചത്. ഞങ്ങൾ രാത്രി കിടന്നുറക്കായി. ആന വന്നത് ഞങ്ങൾ അറിഞ്ഞില്ല, ഇയാളെ അറിഞ്ഞു. എന്നിട്ട് ഞങ്ങളെ വിളിച്ചു. നീച്ച് നോക്കുമ്പോൾ ആന പോയിരിക്കണം. അതെ, ഒരു മാവിൻ്റെ കട ചോടെ മുറിച്ചിട്ടുണ്ട്, ഒരു മാവിൻ്റെ കൊമ്പ് ഒടിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി 11:30 പ്രദേശത്ത് ഒറ്റയാനിറങ്ങിയത്. നല്ലൊരു 11:30 കഴിഞ്ഞപ്പോൾ അടുത്ത വീട്ടിലെ അജി എന്ന് പറഞ്ഞ ആൾ വിളിക്കണം, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണ്ട, അവിടെ ആന എന്താ വന്നിട്ട് സൗണ്ട് കേൾക്കുന്നുണ്ട്. അതിനാൾ നീട്ട് ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ അവിടെ ടോർച്ച് ഒരു 2 കണ്ണ് കാണാനുണ്ട്. അവിടുന്ന് ഞങ്ങൾ 2 ആളും കൂടി ടോർച്ച് അടിച്ച് കഴിഞ്ഞ് വന്ന് അപ്പോഴേക്കും മറ്റേ പിള്ളേരെയൊക്കെ വിളിച്ചു. അവർ 2 ആളും വന്ന് ഞങ്ങൾ വന്ന് ഇതിൻ്റെ മുകളിൽ കയറി നോക്കുമ്പോൾ ഈ മാവൊക്കെ അപ്പോഴേക്കും തകർത്താണ്. ഒന്ന് പടക്കം പൊട്ടിച്ച് ഇതൊക്കെ ഇട്ട് പോയിരുന്നുണ്ട്. ഫോറസ്റ്റുകാരെ വിളിച്ചു വരുത്തി. അവർ വന്ന് എല്ലാ ഭാഗത്തൊക്കെ നോക്കിയപ്പോഴേക്കും ആന അങ്ങോട്ട് കടന്നു. ഈ പടക്കം പൊട്ടിക്കലും ലൈറ്റും കാരണം ആനയ്ക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ആന അവിടെ നിന്ന് ഇവിടെ വന്നു. ഇവിടുന്ന് ഞങ്ങൾ ടോർച്ചടിച്ച് വിട്ടു. ആന വേലായുധന്റെ പറമ്പിൽ നിന്നിരുന്ന പ്ലാവ്, മാവ് എന്നിവയുടെ കൊമ്പ് ഒടിച്ചിടുകയും കൃഷ്ണനുണ്ണിയുടെ 2 ഏക്കറോളം വരുന്ന കൃഷിയിടത്തെ വാഴ, റബ്ബർ തുടങ്ങിയ കൃഷികളും സോളാർ വേലിയും നശിപ്പിക്കുകയും ചെയ്തു. ഈ തൈക്കൾക്ക് ഇപ്പോൾ 3 വർഷത്തോളം പ്രായമായ റബ്ബർ തൈക്കളും അത്രയും പ്രായമുള്ള വാഴകളാണ് ഇതിൽ നിൽക്കുന്നത്. റബ്ബർ തൈ വെച്ച സമയം മുതൽക്ക് തുടങ്ങിയിട്ടുള്ളതാണ് വന്യമൃഗങ്ങളുടെ ശല്യം. അന്നുണ്ടായിരുന്നത് ചെറിയ ചെറിയ ശല്യങ്ങളായിരുന്നു. മാൻ്റെ, കേഴ, അതുപോലെ മുള്ളംപന്നി, അങ്ങനെ പലതും. അതൊന്നൊക്കെ രക്ഷപ്പെടുത്തി ഇതുവരെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുള്ള ഈ വാഴയിൽ നിന്ന് അത്യാവശ്യം വരുമാനം കിട്ടുന്ന ഈ സമയത്താണ് ഇപ്പോൾ ആന വന്ന് ഈ പ്രശ്നമെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു 1.5 മാസം മുമ്പ്, കഴിഞ്ഞ മാസം 12-ാം തീയതിയാണോ 16-ാം തീയതിയാണോ എന്ന് എനിക്കറിഞ്ഞില്ല, അന്നും ഇതുപോലെ ഒരു ആനക്കൂട്ടം 3 എണ്ണം ഉണ്ടെന്ന് അറിഞ്ഞത്. അവരിതിൻ്റെ ഉള്ളിൽ വന്ന് ഉദ്ദേശം ഒരു 10-500 വാഴവളം നശിപ്പിച്ച്, ഒരു 10-200 വാഴ, കുലച്ച വാഴകൾ കംപ്ലീറ്റ് നശിപ്പിച്ചു. വിളവെടുക്കാൻ പറ്റാത്ത സാധനങ്ങൾ ഏതാണ്ട് ഒരു 3 മാസമെങ്കിലും മൂപ്പുണ്ടെങ്കിലേ അത് നമുക്ക് ഉപയോഗിക്കാനാവുള്ളൂ. ഒരു 1.5 മാസം ഒന്നും ഉപയോഗിക്കാൻ പറ്റാതെ ഇപ്പോൾ ഇതിൽ കിടന്ന് ഉണങ്ങിക്കിടക്കുന്നു. ഇപ്പോൾ ഇന്നലെ രാത്രിയിൽ ഇവിടെ ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ ആന വന്ന് പല രീതിയിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. ഇത് വന്ന സ്ഥലത്ത് തന്നെ നിൽക്കുന്ന കൂട്ടങ്ങളെല്ലാം നശിപ്പിച്ച് വലിയ വലിയ റബ്ബർ തൈകൾ മുകളിൽ ഈ ഫോട്ടോയിൽ കാണാൻ ചിലപ്പോൾ ഒരു 5-8 തൈകൾ, ഉദ്ദേശം അതിൽ ചെറിയ തൈകൾ വേറെയുണ്ട്. ആന കംപ്ലീറ്റ് ചവിട്ടി മെതിച്ച് നശിപ്പിച്ചിരിക്കുന്നു. വാഴ, റബ്ബർ തൈകൾ, ഫെൻസിങ്, സോളാറ്, ഇതെല്ലാം ഈ നഷ്ടത്തിൽപ്പെട്ടുള്ളതാണ്. സോളർ വർക്ക് ചെയ്യുന്നില്ല. കമ്പി വേലിയൊക്കെ പൊളിച്ചു. പന കുത്തി മറിച്ചിട്ട് ഈ കമ്പികളുടെ മുകളിൽ കൂടെ പോയപ്പോൾ ആ ഫെൻസിങ്ങും തകർന്നു, ആ പോസ്റ്റും തകർന്ന് കിടക്കുന്നുണ്ട്. പിന്നെ സോളാർ വർക്ക് ചെയ്യാത്ത രീതിയിലായിട്ടുണ്ട്. അതിൻ്റെ കേബിൾ എവിടെ കിടക്കുന്നത് തന്നെ കാണാൻ പറ്റാത്ത രീതിയിലാണ് ആന അതിൻ്റെ മുകളിൽ എന്തൊക്കെയാണ് മറിച്ചിട്ടിരിക്കുന്നത്. ഇത്രയും നഷ്ടങ്ങൾ ഇതിൽ സംഭവിച്ചിരിക്കുക. ഈ മേഖലയിൽ കാട്ടാന സ്ഥിരമായി ഇറങ്ങാറുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. രാത്രിയിൽ തന്നെ ഫോറസ്റ്റ് അധികൃതരെ വിവരമറിയിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥരെത്തി സ്ഥലം സന്ദർശിച്ചു. പടക്കം പൊട്ടിച്ചതിനെ തുടർന്ന് രാത്രിയിൽ കാട്ടാന കാട് കയറിയിരുന്നു.
ഈ കഥ ഇപ്പോൾ +2 കഴിഞ്ഞൊരു വിദ്യാർത്ഥിയുടെ ഭാവിയിലെ അനുഭവമാകാം. 2016 ഞങ്ങൾ +2-ൽ ചേർന്നു. ഞങ്ങളെല്ലാം ഒരേ സ്കൂളിലാണ് പോകുന്നത്. 2018 ഞങ്ങൾ ഡിഗ്രി കോഴ്സുകളിൽ പ്രവേശനം നേടി. ഞങ്ങൾ ബ്രിഡ്കോയിൽ ചേർന്നു. കൂടെ ഡിസ്റ്റന്റ് ഡിഗ്രിക്കും ചേർന്നു. 2019 ഞങ്ങൾ ഡിഗ്രി 2ാം വർഷം പഠിക്കുന്നു. ഞങ്ങൾ ഡൽഹിയിൽ പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്നു. 2020 ഞങ്ങൾ 3ാം വർഷം ഡിഗ്രി പഠിക്കുന്നു. ഞങ്ങൾക്ക് ദുബായിൽ ജോലി ലഭിച്ചു. 2021 ഞങ്ങൾ PG പഠനം തുടങ്ങി. ഞങ്ങൾ മാസം 50,000 രൂപ സമ്പാദിക്കാൻ തുടങ്ങി. ഡിഗ്രി പൂർത്തിയാക്കുകയും ചെയ്തു. 2022 ഞങ്ങൾ PG പഠനം തുടരുകയാണ്. ഞങ്ങൾ വിദേശത്ത് ഒരു പുതിയ ഷോപ്പ് ആരംഭിച്ച് 75,000 മുതൽ 1,00,000 വരെ മാസം സമ്പാദിക്കുന്നു. 2023 ഞങ്ങൾക്കൊരു ജോലി തരുമോ? യെസ്, ഇവിടെ ജോലി നൽകുന്നുണ്ട്. ഇനിയും വർഷങ്ങൾ വീട്ടുകാരെ ആശ്രയിച്ച് ഹയർ എഡ്യൂക്കേഷൻ പഠിച്ച് തൊഴിലന്വേഷകനാകണോ? വളരെ പെട്ടെന്ന് വീട്ടുകാരെ സഹായിക്കാൻ ഉതകുന്ന ജോലിയും വരുമാനവും സംരംഭകത്വവും ലഭിക്കുന്ന സ്കിൽ എഡ്യൂക്കേഷൻ നേടണോ? സ്മാർട്ടായി തിരഞ്ഞെടുക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9947656565.